നമ്മളെ ഈ തോട്ടത്തിലെ ഏറ്റവും വലിയ വിദ്വാൻ ഈ അണ്ടി ഷോക്കേസാരെ വെക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചാണ്. ഭയങ്കരപ്പെട്ട ആരോഗ്യാന്ന്. ഞെക്കിയാലും പീഞ്ഞാലും മുരുടിയാലും കിട്ടാത്തൊരു സാധനം. ഒന്ന് മുരുടി കാണിക്കണം. ആ കിട്ടി. അതിനകത്ത് മാങ്ങ അണ്ടി ഏതാ വലിയത്? ഇത് ഒരണ്ടിയാന്ന്, ഇത് ഒരണ്ടിയാന്ന്. നിങ്ങൾ ഒരിക്കൽ നോക്ക്, നല്ലോണം കണ്ണ് കൊളുക്ക. ഇതാ തമ്മില് വ്യത്യാസല്ലേ? ഇതാ പറഞ്ഞ അണ്ടികൾ പലതരം എന്ന് പറയുന്ന വെറുതെ അല്ലേ? അണ്ടികൾ പലതരം തന്നെ. ഞാനിപ്പോൾ ഉള്ളത് അണ്ടിത്തോട്ടത്തിലാണ്. അണ്ടി പെറുക്കാൻ വന്നതാ. ഇന്നലത്തെ മഴയിൽ അത്യാവശ്യം അണ്ടി വീണിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അണ്ടി പെറുക്കട്ടെ. ഇപ്പം എല്ലാവരും പറയാനോട് പിന്നെ നീ ഭയങ്കര മടിച്ചിയാന്നേ, ഒരു പണിയെടുക്കൂല, വീട്ടിലെ പണിയെടുക്കാനുള്ള മടി, എപ്പോഴും ഉടുപ്പല്ലോട്ട് നല്ല ഉടുപ്പിട്ട് ഇങ്ങനെ കറങ്ങി എടുക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ അണ്ടി പെറുക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് ഇതുപോലൊരു സാധനം എടുത്തിടണം കേട്ടോ, ഷർട്ട്. ഇത് എൻ്റെ ചേട്ടൻ്റെ പഴയ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടെ. ഞാൻ മാത്രമല്ല കേട്ടോ, പപ്പാ ചേച്ചി ഉണ്ട്. പപ്പാ ചേച്ചി അങ്ങനെ വരുന്നുണ്ട്. ഓർ എത്തിയില്ല. അപ്പോൾ ഓർ എത്തിയിട്ടാകുമ്പോൾ ഓറെ കാണിച്ചു തരാം. ഓർ ഇതുപോലെ തന്നെയാണ്, ഇതുപോലെ ഷർട്ടെല്ലാം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ബട്ടൺസ് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ, ചൂട് കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ. ഇത് തലയിൽ ഒരു തോർത്ത് കെട്ടണം. അപ്പോൾ ഞങ്ങളുടെ തലയെക്കെട്ടെല്ലാം റെഡിയായി. ഇനിയപ്പോൾ അണ്ടി പൊറുക്കണം. അണ്ടി പൊറുക്കാൻ ബക്കറ്റ് എടുത്തുകൊണ്ടിട്ട് അണ്ടി പൊറുക്കട്ടെ. ഞാൻ മാത്രമല്ല, ചേട്ടനും ഉണ്ട്. ചേട്ടൻ കുറച്ച് മാറി നിന്നിട്ടാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ചേട്ടൻ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയോ നോക്കി അങ്ങ് എന്തോ ചിന്തയിലാണ് കേട്ടാ. എന്തെങ്കിലും പറയാട്ടാ? നമ്മൾ രണ്ടാളും എല്ലാവർക്കും ഇങ്ങനത്തെ എന്ത് പണിയുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും ഉണ്ടാവും. അപ്പം എനിക്ക് കട്ടക്ക് നിൽക്കുന്ന കെട്ടിയോ. എന്നാൽ പിന്നെ നമുക്ക് അണ്ടി പൊറുക്കുന്ന വഴിയെ കാണാം, ബാക്കി വിശേഷങ്ങൾ അല്ലേ? ഇത് വേറൊരു കളറുള്ളത്. ഇത്ര നേരം നമ്മൾ കണ്ട റെഡ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് വേറെ കളറിലും ഉണ്ട് കേട്ടോ. കളറ് മാത്രമല്ല, പല രൂപത്തിലും ഭാവത്തിലുള്ള അണ്ടി മാങ്ങയും അണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു അണ്ടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമോ? ഇത് കണ്ടേ, ഇതിനകത്ത് ഇത് കണ്ട ആ ഒരു മാങ്ങക്ക് അണ്ടിയില്ലല്ലോ, അത് എവിടെ പോയി? അതിങ്ങനെ എന്താ പറയണ്ടേ, നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ മനസ്സിന് കട്ടിയില്ലാത്ത അണ്ടിയാണ് കേട്ടോ, അണ്ടി മാങ്ങയാണ്. അപ്പോൾ അത് വീഴുമ്പോൾ തന്നെ തെറിച്ചിട്ട് കണ്ടോ, അണ്ടി വേറെ പോയിട്ട് എല്ലാം ഇതുപോലെ ഉണ്ടാവും. എല്ലാം എന്താ പറയണ്ടേ, തെറിച്ചിട്ടുണ്ടാവും. ഇരിഞ്ഞു കൂട്ടിയ സാധനം കേട്ടോ ഇന്നലെ. അപ്പോൾ ഈനൊക്കെ ഉണ്ടാകുന്ന എണ്ണ ഉണ്ടാക്കുക കള്ളച്ചാരായം. ഗോവയിൽ അങ്ങ് ഫെനി എന്ന് പറയും കേട്ടോ. ഇവിടെ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാർക്കും വേണ്ട. ഇതിങ്ങനെ വേസ്റ്റായിട്ട് ഇങ്ങനെ മണ്ണിനകത്ത് പോകുകയോ ചെയ്യാം കേട്ടോ. പിന്നെ മുന്നേ എല്ലാം ഇരിഞ്ഞിട്ടല്ലേ നന്നിങ്ങിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട എല്ലാം ആയിട്ടുണ്ട്. നമ്മളെ പപ്പാ ചേച്ചി വന്നിട്ടുണ്ട്. ഇതാ ഷർട്ടെല്ലാം ഇട്ട് റെഡി ആകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാളെ കാണിച്ചു തരാം അടുക്കെ. ഇത് നമ്മളെ പപ്പാ ചേച്ചി അന്നെപ്പോലെ തന്നെ ഷർട്ടെല്ലാം ഇട്ട് റെഡിയായി. പക്ഷേ തലയെക്കെട്ടി എല്ലാം വേസ്റ്റ് ആയില്ല കേട്ടോ. എല്ലാം ഇട്ട് റെഡിയായി. അല്ല പപ്പാ ചേച്ചി, ഇനി അണ്ടി ഓർക്കലാന്ന്. ഇനി അണ്ടിയോടുള്ള യുദ്ധമാണ് അല്ലേ? എന്തെല്ലോ സ്വഭാവത്തിൽ മനുഷ്യന്മാരെ പോലെ തന്നെ സ്വഭാവമുള്ള അണ്ടികളുണ്ട്. അത് പപ്പാ ചേച്ചി വഴിയെ പറഞ്ഞു തരൂ. ഇരിയുമ്പോൾ അല്ലേ മുരുടി പൊരിക്കേണ്ട അണ്ടികളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് വയ്യ നോക്കിയിട്ട് മുരടി എടുക്കാം, അന്നേരം കാണിക്കാം അല്ലേ? ഒന്നും പറയുന്നില്ല. ആരെ കാണിക്കാനാണല്ലോ പപ്പാ ചേച്ചി അണ്ടി ഓർക്കുന്ന സ്പീഡ് കണ്ടേ കേട്ടോ പറയുന്ന കേട്ടോ. പപ്പാ ചേച്ചി ഈ കുന്ത്രാണ്ടവും കൊണ്ട് നടന്നാൽ അണ്ടി തീരുവാന്നാ ചോദിക്കുന്നത് കേട്ടോ. പൊറുക്കുന്ന സ്പീഡ് കേട്ടോ പപ്പാ ചേച്ചിൻ്റെ. 2 കൈ കൊണ്ടാന്ന് പൊറുക്കുക. പൊറുക്ക് ഇതാ നമ്മൾ അണ്ടി ഇരിന്ന്. ഏത് ലോകത്തുള്ള പേരാണ് ഈ അഞ്ച് കാണാതെ അവരെ കുടിക്കൊന്ന് കാണിച്ചു കൊടുക്കാം.
അണ്ടി ഇനിയും മാങ്ങ വലിച്ചെറിഞ്ഞു. അല്ലേ എന്താ ഈ പറയാ അണ്ടി അണ്ടി മുരുടുക. ഇതാണ് മുരുടൽ. ഇത് മുള്ളം പന്നി തറച്ച സംഭവം കേട്ടാ. അത് കണ്ടേ മുറിച്ച് നമുക്ക് പരിപ്പ് തിന്നിട്ട് അതിനെ കണ്ട കൊടുത്ത് കാണിച്ചതാ. കണ്ടേ കണ്ട ഇതൊന്നും അങ്ങനെ അത് തിന്നുന്നത് പോട്ടെ, ഇത് ഇങ്ങനെ ഇടും. നമ്മൾ വേഗം പോയി അങ്ങ് എടുക്കും. എടുക്കുമ്പോൾ നോക്കുമ്പോൾ വെറും അതിൻ്റെ തൊണ്ടയുണ്ടാവും. കണ്ട എല്ലാം. ഇത് പണ്ട് നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനത്തെ അടി മാങ്ങ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതിന് അണ്ണാക്കട്ടൻ വരഞ്ഞെന്ന് പറയും അല്ലേ. അണ്ണാക്കട്ടൻ വരഞ്ഞ അതിന് ഭയങ്കര മധുരാന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നലുണ്ടേനെ. ഇതാ ഇത് കണ്ട, ഇതിന് ജന്മനാ പോളിയോ രോഗാറ്റം വന്ന അണ്ടിയാന്ന് തോന്നുന്നല്ലേ ചേട്ടാ. ഇതെന്താ അണ്ടിയാ, ഇതിനെന്താ പറയാ ശീശ. ഇതൊന്ന് ഇരിയറാ, അന്ന് മുരുടി എടുത്താട്ടെ. അത് സൂപ്പറാ. മനുഷ്യന്മാരില്ലേ മക്കളെ അങ്ങനത്തത്. പിന്നെ ഈ അണ്ടിക്ക് പോളിയോ വന്നെന്നെല്ലാം പറയേ. ഇത് ഭയങ്കര ദുർബലനാ, കാണാൻ നല്ല രസമില്ല, പക്ഷെ ദുർബല. ഇതാ കൊടുത്ത് കാണിച്ചു കേട്ടോ. അതാ കാണാൻ ഭയങ്കര സുന്ദരനാ, പക്ഷെ എനിക്ക് മനസ്സ് ഭയങ്കര ദുർബലനായിരുന്നു. പെട്ടെന്ന് ഇരിഞ്ഞാക്കിട്ടേ. വേറെ ഓരോന്നോരോ തരത്തിലുള്ളതാ കേട്ടോ. പല ഇതെല്ലാം കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ കാണാത്തവർക്ക് വേണ്ടി മാത്രമുള്ള സംഭവം കേട്ടോ. ഹലോ അപ്പാ ചേച്ചി. അതെ അതെ, പല തരത്തിലണ്ടി. ആ ചെറിയ അണ്ടി എനിക്ക് കാണുന്നുണ്ട്. അത് മുരുടിയിട്ട് കിട്ടാത്ത പപ്പാ ചേച്ചി മുരുടുന്ന, ഇങ്ങനെ പിടിച്ച് ഉരുട്ടി മുരുടുന്ന ഇന്നലെയെല്ലാം കണ്ടിട്ടുണ്ട്. അതാ പപ്പാ ചേച്ചി. അതെ പപ്പാ ചേച്ചി ഇഷ്ടപ്പെട്ടിട്ട് മുരുടുന്ന അണ്ടി. അത് മുടിയാ ആ മാങ്ങ കാണിച്ച. ഇത് കണ്ട ഇതിന്റെ വണ്ണം. ഇതാണ് സംഭവം. എത്ര മുരുടി പറച്ചാൽ കിട്ടാത്ത സാധനം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത് ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞ് എല്ലാം പെറുക്കി കൂട്ടി പിന്നെ ലാസ്റ്റ് ചായയെല്ലാം കുടിച്ചതിന് ശേഷം മാത്രമേ മുരുടൂ. അല്ലോ ചേച്ചി, ഒരാരോഗ്യം വന്നാലേ ഇത് മുരുടാൻ പറ്റും. നമ്മളെ ഈ തോട്ടത്തിൽ ഏറ്റവും വലിയ വിത്താൻ ഈ അണ്ടിയ ഷോക്കേസാരെ വെക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചാണ്. ഭയങ്കരപ്പെട്ട ആരോഗ്യാന്ന്. ഞെക്കിയാലും പീഞ്ഞാലും മുരുടിയാലും കിട്ടാത്തൊരു സാധനം. ഒന്ന് മുരുടി കാണിക്കണ. കിട്ടി. ഇത് ഒരണ്ടിയാന്ന് നിങ്ങൾ ഒരിക്കൽ നോക്ക്, നല്ലോണം കണ്ണ് കൊളുക്ക. ഇതാ തമ്മില് വ്യത്യാസം അല്ലേ. ഇതാ പറഞ്ഞ അണ്ടികൾ പലതരം എന്ന് പറയുന്ന വെറുതെ അല്ല അല്ലേ. അണ്ടികൾ പലതരം തന്നെ. നമുക്കിന്ന് ഇത്ര കുറച്ച് മാത്രമേ അണ്ടി കിട്ടിയിട്ടുള്ളൂ. എന്താ അല്ല ഇരിഞ്ഞെടുത്തിട്ടില്ല അണ്ടിയായത്. ആണെന്നില്ല ജനിയുന്ന വെറും